ആടുജീവിതം എന്ന സിനിമ തിയേറ്ററുകളിൽ നിറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. സിനിമയ്ക്കും നടൻ പൃഥ്വിരാജിനും വലിയ കയ്യടിയാണ് ചിത്രത്തിലൂടെ ലഭിക്കുന്നത്. സിനിമയ്ക്ക് വേണ്ടി നടൻ സ്വീകരിച്ച ട്രാൻസ്ഫോർമേഷൻ വലിയ ചർച്ചയായിരുന്നു. നടൻ എന്നതിലുപരി സംവിധായകൻ കൂടിയായ പൃഥ്വിരാജ് തൻ്റെ ലൂസിഫർ എന്ന സിനിമയ്ക്ക് ശേഷം എമ്പുരാൻ്റെ ഷൂട്ടിംഗ് തിരക്കുകളിൽ കൂടിയാണ്. പൃഥ്വിരാജ് ഒരിടവേളയ്ക്ക് ശേഷം ബോളിവുഡിൽ വീണ്ടും ചുവടുറപ്പിക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് ഇപ്പോൾ. 2012 റാണി മുഖർജിക്കൊപ്പം അയ്യ ചെയ്തതിന് പിന്നാലെ അക്ഷയ് കുമാർ, ടൈഗർ ഷ്രോഫ് എന്നിവർക്കൊപ്പം അഭിനയിക്കുന്ന പൃഥ്വിരാജിൻ്റെ ബഡേ മിയാൻ ചോട്ടെ മിയാൻ ചിത്രത്തിൻ്റെ പ്രൊമോഷൻ പരിപാടികളിലും വലിയ അക്ഷയ് കുമാർ അടക്കമുള്ളവർ പൃഥ്വിരാജിൻ്റെ അഭിനയത്തെ പുകഴ്ത്തി സംസാരിച്ചിരുന്നു. ആടുജീവിതത്തിൻ്റെ ട്രെയിലർ കണ്ട് തനിക്കിഷ്ടപ്പെട്ടെന്നും സിനിമ കാണുമെന്നും അക്ഷയ് കുമാർ പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ തൻ്റെ അഭിനയ ജീവിതത്തിൽ ഉണ്ടായ വഴിത്തിരിവിനെക്കുറിച്ച് പൃഥ്വിയുടെ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. മണിരത്നം സംവിധാനം ചെയ്ത രാവണൻ ഒരേ സമയം തമിഴിലും ഹിന്ദിയിലും എടുത്ത ചിത്രമാണ്. വിക്രം, ഐശ്വര്യ റായ്, അഭിഷേക് ബച്ചൻ, പൃഥ്വിരാജ് തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. തമിഴിൽ വിക്രവും പൃഥ്വിരാജും അഭിനയിച്ചപ്പോൾ ഹിന്ദിയിൽ വിക്രം ചെയ്ത രാവണന്റെ കഥാപാത്രം അഭിഷേക് ബച്ചനും പൃഥ്വിരാജ് ചെയ്ത കഥാപാത്രം വിക്രമുമാണ് ചെയ്തത്. എന്നാൽ ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന കാലത്തെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് പൃഥ്വിരാജ്. തനിക്കൊരു 24-25 വയസ്സുള്ള കാലത്ത് മണിരത്നം ഓഫർ ചെയ്ത സിനിമയാണ് രാവണൻ. എന്നാൽ ആ സമയത്ത് തന്നെ ആരും തിരിച്ചറിഞ്ഞില്ലെന്ന് പറയുകയാണ് പൃഥ്വിരാജ്. മാഷബളിന് നൽകിയ അഭിമുഖത്തിലാണ് പൃഥ്വിരാജ് ഇക്കാര്യം പറയുന്നത്. അഭിഷേക് ബച്ചനെയും ഐശ്വര്യ റായ് ബച്ചനെയും ഒക്കെയാണ് അന്നും എല്ലാവർക്കും അറിയുന്നതെന്നും പൃഥ്വിരാജ് പറയുന്നു. തന്നെ സംബന്ധിച്ചിടത്തോളം മണിസാർ ഈ സിനിമയിലേക്ക് വിളിക്കുന്നത് തന്നെ അംഗീകരിച്ചു കഴിഞ്ഞു എന്നതിൻ്റെ തെളിവായിരുന്നു. തനിക്ക് 24-25 വയസ്സുള്ളപ്പോഴാണ് മണിസാർ ഈ സിനിമ ഓഫർ ചെയ്യുന്നത്. തമിഴിൽ എടുക്കുന്ന രാവണന്റെ നായകന്മാരിൽ ഒരാളാണ് തൻ്റെ കഥാപാത്രമെന്നും പൃഥ്വി ഓർത്തെടുക്കുന്നു. ഞാൻ ഈ സിനിമയുടെ സെറ്റിൽ ആദ്യ ദിവസം മുതലുണ്ട്. ചിത്രം ഹിന്ദിയിൽ കൂടി എടുക്കുന്നതിനാൽ ഷൂട്ടിംഗ് സെറ്റിലെ ക്രൂ അംഗങ്ങളിൽ കൂടുതലും ഹിന്ദിക്കാരാണ്. അവർക്കെല്ലാവർക്കും തന്നെ ഐശ്വര്യ റായിയെയും അഭിഷേക് ബച്ചനെയും സൂപ്പർ സ്റ്റാറായ വിക്രം സാറിനെയും ഒക്കെ അറിയാം. അവർക്കാർക്കും അവിടെ ഇരിക്കുന്ന ഈ ചെക്കൻ ആരാണെന്ന് അറിയില്ല. ആ സമയത്ത് പിറുപിറുക്കുന്നത് ഇയാളെ അറിയില്ല, ചിലപ്പോൾ നല്ല നടനായിരിക്കും, മണിസാറല്ലേ കാസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന തരത്തിലാണ്. തനിക്ക് അത് ഒരു തമാശയായിട്ടാണ് തോന്നിയത്. അതേസമയം വലിയ സെറ്റിലെ ചെറിയ ഒരു ആട്ടിൻകുട്ടിയാവുക എന്നത് വലിയ ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു എന്നും പൃഥ്വിരാജ് പറയുന്നു. എൻ്റെ ഉള്ളിലെ കഴിവിനെ മണിസാർ തിരിച്ചറിഞ്ഞു എന്നുള്ളത് വലിയ കാര്യമാണ്. അടുത്തിടെ ആടുജീവിതം കണ്ട ശേഷം തന്നോട് സംസാരിച്ചിരുന്നു. മണിസാറിനൊപ്പം ചെയ്ത ഒരൊറ്റ സിനിമയിലൂടെ നടൻ എന്ന രീതിയിലും ഫിലിം മേക്കർ എന്ന രീതിയിലും ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഇതൊന്നും സമ്മതിച്ചു തരില്ല എന്ന് തനിക്കുറപ്പാണെന്നും പൃഥ്വിരാജ് പറഞ്ഞു.